പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പച്ചക്കറി കൃഷി ഞാനും നിങ്ങളൊക്കെ ഒരേപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ കാണിച്ചല്ലോ എൻ്റെ വീഡിയോസിൽ ആദ്യമായിട്ട് ഞാൻ പച്ചക്കറി വെക്കുന്നതല്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പച്ചക്കറി തൈകൾ വെച്ചു. അപ്പം എനിക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രൂപത്തിൽ തന്നെ എനിക്ക് എൻ്റെ പച്ചക്കറി ഈ കൃഷിയിൽ നിന്നും അത്യാവശ്യം നമ്മൾക്ക് വീട്ടിലോട്ട് വേണ്ട പച്ചക്കറി കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഇത് കണ്ടോ എൻ്റെ പയർ ഇപ്പോൾ ഉണ്ടായി ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി വലിയ കാര്യമായിട്ട് ഇതിൽ നിന്ന് വിളവൊന്നും കിട്ടിയല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിതിപ്പോൾ വെച്ചിട്ടൊരു 3 മാസമായി. ഒത്തിരി താമസിച്ചു പോയി ഞാനെങ്കിലും നമ്മൾ പയർ വെച്ച് ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്കും അടുത്ത സെറ്റ് പയർ വെക്കണം. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു 4 മൂട് പയറാണ് വെച്ചിരുന്നത്. 4 ഇത് കണ്ടോ, വെറും ചട്ടിയിൽ 4 ചട്ടി. പിന്നെ ദൈവം സഹായിച്ച് ഈ പയറിനകത്ത് വലിയ കാര്യമായിട്ട് ഇലയൊന്നും അധികം ഇലക്കൊഴുപ്പൊന്നും ഉണ്ടാകാഞ്ഞത് കാരണം ഉണ്ടാകുന്ന പയറെല്ലാം എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയ ഒരു മഴയും ഈ 3 മാസത്തോളം എന്ത് മഴയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും അതിലെനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവരെനിക്ക് വിളവ് തന്ന ഒരു പയർച്ചെടികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവർ 4 പേര് ഏകദേശം ഇനി ഇപ്പോൾ കൂടി വന്നാൽ ഒരു 2 ആഴ്ചയും കൂടി നമുക്ക് വിളവ് കിട്ടും. അത് കഴിഞ്ഞ് ഏകദേശം ഇതിൻ്റെ ഒരു സമയം തീർന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്തൊരു കുറച്ച് പയർ വെച്ച്. അപ്പം ഞാൻ ആദ്യം 4 വെച്ചെങ്കിൽ ഇപ്പം ഞാനൊരു 7 മൂട് പയറാണ് വെച്ചിരിക്കുന്നത്. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് ബോധ്യമാകുന്ന അതുപോലെ നമ്മൾ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ സാധനങ്ങൾ വാരി വലിച്ച് ചെയ്തിട്ട് നമ്മളത് ഒന്നും അല്ലാതെ അവിടെ ഇവിടെ ഇട്ട് കളയുന്നതിനേക്കാളും നമ്മൾ ഒരു മൂട് ആണ് വെക്കുന്നതെങ്കിൽ ആ ഒരു മൂട് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ അടുത്തത് ചെയ്യാവുള്ളൂ. അല്ലാതെ കുറേ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എൻ്റെ വീഡിയോസ്, ഞാൻ ഈ ടെറസ് കൃഷി ഇപ്പോൾ 2ാമത് ചെയ്തതെന്ന് വെച്ചാൽ പല വീടുകളിലും ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ കാലിയായ പാത്രവും ടെറസും വൃത്തികേടായി കിടക്കുന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ 2ാമത് ഇപ്പോൾ ഇതെന്താണ് നമ്മൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകും, ഓരോരുത്തരുടെ വീടുകളിൽ ഇഷ്ടം പോലെ കാണും. അത് കണ്ട് നമ്മൾ ഒരു ഇതിൽ ചാടി ഇറങ്ങും. പക്ഷെ നമുക്കത് സംരക്ഷിച്ച് പോരാൻ പറ്റാറില്ല മിക്കവർക്കും. അത് കഴിഞ്ഞിട്ട് പറയുമോ ഈ കൃഷിയൊന്നും വലിയ കാര്യമില്ല, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് നോക്കിയും കണ്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കാമെങ്കിൽ ഡെയിലി ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ കൃഷിക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാമെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല, നമുക്കൊരു 3 മാസം കൊണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിലോട്ട് വേണ്ട പച്ചക്കറികൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉടനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ക്ഷമ ശരിക്കും വേണം പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞ സംഭവത്തിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതല്ലല്ലോ കാര്യം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചു എൻ്റെ പയർ. 2ാമത്തെ മൂട് അവർ കിളുത്ത് വരുന്നു. അപ്പം ഞാൻ ഈ പയർ കിളുത്ത് വരുമ്പോൾ എൻ്റെ ഇത് കണ്ടാലറിയാം, നിങ്ങൾക്ക് ഈ ചാക്ക് കാണുമ്പോൾ അറിയാം. ഈ ചാക്കിനകത്തൊന്നുമില്ല, ഒരു ശകലം മണ്ണും ഇട്ടിട്ടുണ്ട്, കരിയില ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ എൻ്റെ പച്ചക്കറി തൈകൾ വെച്ചു. ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഓണത്തിന് ഒരു മുറം ഓണത്തിന് വേണ്ടിയായിട്ടുള്ള പച്ചക്കറി തൈകൾ തന്നാണ്. ഓണത്തിനൊന്നും കായായില്ല. കാര്യം വെച്ചാൽ കൃഷിഭവനെയും പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ പയർ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം 4 മൂട് വെച്ചു. അത് സംരക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പ് വന്നപ്പോൾ അടുത്ത 4-ന് പകരം ഞാൻ 7 വെച്ചു. ഇനി ഈ 7 മൂട് ഇവർ പോകുമ്പം ശരിക്കും പറഞ്ഞാൽ അവർ കയറി വന്ന് അത്യാവശ്യം നമുക്ക് വീട്ടിലോട്ട് വേണ്ട പയറുകൾ അവർ തന്നിട്ടിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഈ ഇല ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ഈ വെയിലത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ നേരത്തെയും കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ താഴത്ത് മുറ്റം അടിക്കുന്നതും എല്ലാ കരിയിലയും കൊണ്ടുവന്ന് ടെറസിൽ ഇങ്ങനെ ഞാൻ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ടെറസിലായത് കാരണം ഒരു നല്ല വെയിലോ, ഇപ്പോൾ ഇന്ന് രാവിലെ വരെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇത് കണ്ടോ, ഈ ഒരു കരിയില ഉണ്ടത് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, പൊടിഞ്ഞത് കണ്ടോ. ഇങ്ങനെ ഈ പൊടിയുന്ന ഈ കരിയിലകൾ ഇനി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ചാക്കി കഴിഞ്ഞ് അതിനകത്ത് ഒരു കപ്പ് മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞ് എൻ്റെ ഈ മണ്ണും കൂടി ഇട്ട് ഈ പയറിന് ഞാൻ ഇനി കൊടുക്കുന്ന വളം അതാണ് ഈ കരിയില പൊടിച്ചതും അതിൻ്റെ മേളിൽ കുറച്ച് മണ്ണും പിന്നെ ചാരവും ഞാൻ തൂക്കി കൊടുക്കും. പിന്നെ സാധാരണ ഞാൻ ചെയ്യുന്ന വേപ്പും പിണ്ണാക്കും കടല പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേപ്പും പിണ്ണാക്ക് ഒഴിച്ചിട്ട് ഒത്തിരി ആയി കേട്ടോ. എൻ്റെ കയ്യിൽ വേപ്പും പിണ്ണാക്ക് തീർന്നു. ഇപ്പോൾ വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി അങ്ങനെയൊന്നും എൻ്റെ കൃഷിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ കടല പിണ്ണാക്ക് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്കും ഉണ്ടാവും. ഞാനത് പുളിപ്പിച്ച് ഒഴിച്ചും കൊടുക്കാറുണ്ട്. അപ്പം പയർ 2ാമത്തെ സെറ്റ് ഞാൻ ഇങ്ങനെ വെച്ചു. ഞാൻ ഇട്ട് കൊടുക്കുന്ന കരിയിലയും നിങ്ങളെ കാണിച്ചു തന്നു. പിന്നെ
ഞാൻ ടെറസ് ഗാർഡൻ എന്നും പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പം ഞാൻ എൻ്റെ ഈ ടെറസിൽ പച്ചക്കറി കൃഷി തുടങ്ങി അതൊരു വീഡിയോസായിട്ട് ഇട്ടപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വെജിറ്റബിൾസ് ഗാർഡൻ എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഗാർഡൻ ആക്കണമെങ്കിൽ അതിന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയല്ല, എൻ്റെ ആദ്യത്തെ പച്ചക്കറികളെല്ലാം നല്ലതായി വന്നത് കൊണ്ട് ഞാൻ അടുത്ത സെറ്റും ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാൻ അത്യാവശ്യം തക്കാളി, അടുത്ത സെറ്റ് തക്കാളി, ആദ്യ സെറ്റ് ഞാൻ കാണിച്ചു തരാം. അവിടെ ആദ്യ സെറ്റ് തക്കാളി ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സെറ്റ് തക്കാളി ഇങ്ങനെ വെച്ചു. വെണ്ട, അത്യാവശ്യം വെണ്ടയും നല്ല രീതിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ നന്നായിട്ട് തന്നെ കുറച്ച് ഏറെ പച്ചമുളകും തൈകൾ വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പച്ചമുളക് തൈയല്ലേ, അതിനാകുമ്പോൾ വലിയ പരിചരണം വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളകും തൈകൾ ഇങ്ങനെ വെച്ചു. പിന്നെ പുതിയതായിട്ട് വേറൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അത് ഈ പുതിന ഇലയല്ലാതെ ഞാൻ വേറൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരു പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോന്നും ഓരോ പരീക്ഷണം പോലെ നമ്മൾ തന്നെ ഇപ്പം എൻ്റെ അടുത്ത കാലാവസ്ഥ ആയിരിക്കില്ല നിങ്ങളുടെയൊക്കെ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ. അപ്പം നമ്മൾ ആ കാലാവസ്ഥ അറിഞ്ഞ് വേണം കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മറ്റുള്ള ഇടത്തൊക്കെ ഉള്ളി ചെയ്യുന്നത് കണ്ട് ഞാൻ വെച്ചു. എനിക്ക് ഉള്ളി നന്നായിട്ടുണ്ടായി. പക്ഷേ പിന്നെ എനിക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ചില വീഡിയോസിൽ ഉള്ളി വിത്തിൻ്റെയൊക്കെ കണ്ട കാരണം എൻ്റെ ഉള്ളി ഇങ്ങനെ നന്നായിട്ട് കിളുത്ത് വന്നപ്പോൾ അതിലൊരെണ്ണത്തിൽ പൂ വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം അതെ, ഞാൻ അവനെ മാത്രം പറിക്കാതെ അവിടെ നിർത്തിയത്. നല്ല ഭംഗിയുള്ളത് ഉള്ളിപ്പൂ ഉണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വിത്ത് വരും എന്നാണ് പറയുന്നത്. ആ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ പുതിയ തൈകളാകുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഉള്ളി ഇങ്ങനെ ഒരു ചുവടിങ്ങനെ പൂപ്പിച്ചിങ്ങനെ നിർത്തിയേക്കുവാണ്. പിന്നെ ഞാൻ താഴത്ത് ഒരു 3-4 ചുവട് ഉള്ളി, കുറച്ച് ഉള്ളി ഞാൻ താഴത്ത് വേറെ ടെറസ് ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. പിന്നെ ആദ്യത്തേതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഞാൻ പച്ചക്കറി ആയി വരുന്നുണ്ട്. അപ്പം എൻ്റെ ഈ കുഞ്ഞ് കൃഷിത്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ എന്നോട് പറയണം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.